നമസ്കാരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചാണ് താരം വിരമിക്കൽ വിവരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് അത്ര എളുപ്പമല്ലെന്നും ടെസ്റ്റ് ക്രിക്കറ്റ് താൻ പ്രതീക്ഷിച്ചതിലേറെ തനിക്ക് തിരിച്ചു തന്നെന്നും കോഹ്ലി പോസ്റ്റിൽ പറയുന്നു. മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെയാണ് ഇതിഹാസ താരം കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പടിയിറങ്ങുന്നത്. ലോകകപ്പ് വിജയത്തിന് ശേഷം 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് കോഹ്ലി നിലവിൽ ടെസ്റ്റിലും ഏകദിനത്തിലുമാണ് തുടരുന്നത്. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ ആയിരുന്നു ടെസ്റ്റിൽ കോഹ്ലിയുടെ അരങ്ങേറ്റം. ഈ വർഷം ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് അവസാനമായി കളിച്ചത്. ടെസ്റ്റിൽ 14 സീസണുകളിലായി ഇന്ത്യൻ ജേഴ്സി അണിയുന്ന കോഹ്ലി 123 ടെസ്റ്റുകളിൽ കളിച്ചു. 9230 റൺസ് നേടിയിട്ടുണ്ട്. 68 ടെസ്റ്റുകളിൽ ടീമിനെ നയിച്ചു. 40 ജയം നേടി. ഇന്ത്യയെ കൂടുതൽ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് കോഹ്ലി. ക്യാപ്റ്റൻ ആയിരിക്കുന്ന കാലത്ത് ബാറ്ററായും തിളങ്ങി. 7 ഇരട്ട സെഞ്ചുറികളാണ് കോഹ്ലിയുടെ കൈവശമുള്ളത്. ഒരു പതിറ്റാണ്ടിലധികമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നെടുന്തൂണായ സൂപ്പർ താരം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പടിയിറങ്ങുമ്പോൾ ഇന്ത്യയുടെ മുഖം കൂടിയാണ് മായുന്നത്. കഴിഞ്ഞ 2020 ലോകകപ്പ് നേട്ടത്തോടെ 2020 ക്രിക്കറ്റിനോട് വിട പറഞ്ഞ 37-കാരനായ വിരാട് കോഹ്ലിയെ ഇനി രാജ്യാന്തര ക്രിക്കറ്റിൽ കാണാനാവില്ല. ഏകദിന ക്രിക്കറ്റിൽ മാത്രമായിരിക്കും കാണാനാവുക. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള ചർച്ചകൾ സജീവമാവുന്നതിനിടെയാണ് കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനം. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ കോഹ്ലി കൂടി വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു യുഗാന്ത്യം കൂടിയാണ്.